ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത്. എൻ്റെ മോൻ്റെ സ്കൂളിൽ ഇന്ന് സയൻസ് എക്സിബിഷനായിരുന്നു. അപ്പോൾ അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും എക്സിബിഷൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇത് എൻ്റെ മോൻ്റെതാണ്. ആദ്യം കാണിക്കുന്നതൊക്കെ മൈക്രോസ്കോപ്പാണ്, വർക്കിംഗ് മോഡലായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് ദിവസം അവനും വാപ്പച്ചിയും കൂടെ കിടന്ന് രാവും പകലും ഒക്കെ കഷ്ടപ്പെട്ടാണ് ഓരോന്നും ഉണ്ടാക്കിയത്. 3-4-5 ഐറ്റം ചെയ്തായിരുന്നു. ഇത് മൈക്രോസ്കോപ്പ്, ഇത് സ്റ്റിൽ മോഡലായിട്ട് വെച്ചതാണ് ഹാർട്ടിൻ്റെ. അപ്പോൾ സ്റ്റില്ലായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിന് ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെയിൻ്റ് അടിക്കാനൊക്കെ, അല്ലാതെ വേറൊന്നുമില്ല. ബാക്കിയൊക്കെ അവർ രണ്ടുപേരും കൂടെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ വാപ്പായ്ക്കും മോനും ഇതിനൊക്കെ ഭയങ്കര ഒരു എൻകറേജ്മെൻറ്റാണ്, രണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. അപ്പോൾ അത് എൻ്റെ ഐഡിയ ആണ്. ന്യൂസ് പേപ്പർ സാധാരണ ഇങ്ങനെ ചാർട്ടിൽ എന്തെങ്കിലും ഒട്ടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ 4-5 പേപ്പറിലായിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി അതിൻ്റെ മാറ്ററൊക്കെ എഴുതി ഒട്ടിച്ച് അങ്ങനെ ഒരു പുതിയൊരു ഐഡിയോളജി ആയിട്ട് ചെയ്തതാണ്. യൂട്യൂബിൽ എവിടെയോ സെർച്ച് ചെയ്തപ്പോൾ ഒരിക്കൽ കണ്ടതാണ്. അങ്ങനെ അത് മൈൻഡിൽ വെച്ച് അങ്ങനെ ചെയ്തെടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഇതായിട്ടൊക്കെ തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ഇത് മൊത്തം എൻ്റെ ഡിസൈനാണ്. അതുകൊണ്ട് ഇത്തിരി കുളമായിട്ടുണ്ടാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അങ്ങനെ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൻ്റെതൊക്കെ അതൊക്കെ ചെയ്തു. സ്പോർട്സിൻ്റെതാണ്, അങ്ങനെ അത് ക്ലിയർ ചെയ്തു. അടുത്തത് കോയിൻ കളക്ഷനാണ്. സാധാരണ കോയിൻസ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാറൊന്നുമില്ല, ഇങ്ങനെ കൊണ്ടുവച്ചാണ്. അപ്പോൾ ഇപ്രാവശ്യം പുതിയൊരിതിൽ ഫെവിക്കോളിൽ ഒരു ചാർട്ട് എടുത്തിട്ട് അതിലിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വട്ടത്തിലിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ എന്തോ ചെയ്തു വന്നപ്പോൾ അത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ കോയിൻ കളക്ഷൻ അത് ഇത് വെച്ചു. പിന്നെ ഒരു ചെറിയ നമ്പർ ചാർട്ടാണ്, അത് സ്ക്വയർ ചാർട്ടിൻ്റെയും ക്യൂബ് ചാർട്ടിൻ്റെതുമാണ്. അത്ര ക്ലിയർ ആയില്ല, കുറച്ച് ദൂരത്തോട്ട് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് വന്നില്ല. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ആൾ നല്ല അടിപൊളി സന്തോഷമായിട്ടൊക്കെ ചെന്നിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മാറി നിൽക്കുകയാണ്. ഞാൻ വീഡിയോ പിടിച്ചപ്പം ഞാൻ എൻ്റെ മുഖം പതിയണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ചെറിയ സങ്കടം, അവൻ്റെ കൂട്ടുകാരനെ കണ്ടില്ല, ഇനി വരാതെ എങ്ങാനും ഇരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ കാര്യങ്ങളാണ് ഇത്രയൊക്കെ ചെയ്തത്. ഇനി അവൻ്റെ കൂട്ടുകാരുടെ ബാക്കി കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടെയൊക്കെ എടുത്തു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്രത്തോളം എൻകറേജ്മെൻറ്റ് ഞങ്ങളുടെ പാരൻസൊന്നും തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും അതിലൊന്നും വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു ഇതാണ്, ഞാൻ ഓരോന്നൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് മോനെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് മറ്റു കുട്ടികളെ വെച്ച് തന്നെ, ഇതൊക്കെ ക്രാഫ്റ്റാണ്. ഭയങ്കര ഇത് തീപ്പെട്ടിക്കൊള്ളിയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല ഡിസൈന്, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റേ ചിപ്പിയുടെയോ കക്കയുടെയോ എന്തോ തോടൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു കുട്ടികൾ ആരും ഉണ്ടാക്കിയതാണ്. ഞാനപ്പോൾ ക്ലാസ്സിൽ നിന്നപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓരോ കുട്ടികളും അവരവർക്ക് കഴിയുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ കൂടുതൽ കുട്ടികളും ചാർട്ടുകളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മക്കളെല്ലാം ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊന്നും ഇത്രത്തോളം ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപൂർവമായിട്ട് 1-2 കുട്ടികളെ ക്ലാസ്സിൽ വെച്ചാലായി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അടുത്തത് ക്രാഫ്റ്റിൻ്റെയാണ്. ഇതൊക്കെ ഭയങ്കര ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മക്കളെ. പെൺകുട്ടികളാണ് ഇതൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ സ്പോഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമ്മളെ മക്കളെല്ലാം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സമയമായപ്പോൾ ഇറങ്ങിയതാണ്. അടുത്ത ഒരു ഡിസൈനും കൂടെ കാണിച്ചു. ഇത് നമ്മുടെ കിഡ്നിയുടേതാണ്. അത് വൃക്കയുടെ ആ ഒരു ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മുത്തുച്ചിപ്പിയിൽ ഉണ്ടാക്കിയതാണ്. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എന്നെ ആരും മറക്കരുത് പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.